ദുഃഖവെള്ളി, കുരിശിലെ സ്നേഹയാഗം എല്ലാം പൂർത്തിയായി. ലോകത്തിൻ്റെ പാപങ്ങൾക്കായി ദൈവപുത്രൻ ഗാഗുൽത്താ മലയിൽ സ്വയം ബലിയായി തീർന്ന ദിനമാണിത്. അപമാനത്തിൻ്റെ അടയാളമായിരുന്ന കുരിശിനെ പ്രത്യാശയുടെയും രക്ഷയുടെയും സിംഹാസനമാക്കി മാറ്റിയ ക്രിസ്തുവിൻ്റെ ആത്യന്തികമായ സ്നേഹപ്രകടനം ഇവിടെ നാം ദർശിക്കുന്നു. പീലാത്തോസിൻ്റെ മുൻപിലും പടയാളികളുടെ പരിഹാസങ്ങൾക്കിടയിലും യേശു നിശബ്ദനായിരുന്നു. തൻ്റെ മേൽ അടിക്കുകയും തുപ്പുകയും ചെയ്തപ്പോഴും അവിടുന്ന് പ്രതികരിച്ചില്ല. പ്രവാചകൻ പറഞ്ഞതുപോലെ കൊല്ലപ്പെടാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വിനീതനായി തൻ്റെ വേദനയേക്കാൾ ലോകത്തിൻ്റെ രക്ഷയ്ക്കായിരുന്നു അവൻ മുൻഗണന നൽകിയത്. അനീതികൾക്കും വേദനകൾക്കും മുൻപിൽ ദൈവഹിതത്തിന് കീഴടങ്ങുന്നതാണ് യഥാർത്ഥ ശക്തി. ക്ഷമയോടെ സഹിക്കുന്നതിലാണ് ക്രിസ്തീയ വിജയം അടങ്ങിയിരിക്കുന്നത്. കുരിശിൽ കിടന്നുകൊണ്ട് യേശു തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. മരണവേദനയിലും അവിടുന്ന് കരുണ കാണിച്ചു. നല്ല കള്ളന് സ്വർഗം വാഗ്ദാനം ചെയ്തതും തൻ്റെ അമ്മയെ ലോകത്തിന് നൽകിയതും വഴി അവിടുന്ന് സ്നേഹത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തി. കുരിശ് ശിക്ഷയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആലിംഗനമാണ്. നാം എത്ര വലിയ പാപികളാണെങ്കിലും കുരിശിലെ ആ സ്നേഹത്തിന് നമ്മെ വീണ്ടെടുക്കാൻ കഴിയും. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് യേശു തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. മനുഷ്യനെ ദൈവവുമായി അനുരഞ്ജിപ്പിക്കാനുള്ള ദൗത്യം അവിടുന്ന് പൂർത്തിയാക്കി. ദേവാലയത്തിലെ തിരശ്ശീല കീറപ്പെട്ടത് ദൈവത്തിലേക്കുള്ള വഴി എല്ലാവർക്കുമായി തുറക്കപ്പെട്ടു എന്നതിൻ്റെ അടയാളമാണ്. യേശുവിൻ്റെ മരണം ഒരു പരാജയമല്ല, മറിച്ച് തിന്മയുടെ മേലുള്ള വിജയമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ തകർച്ചകളും പുതിയൊരു ഉത്ഥാനത്തിന് തുടക്കമാകാൻ കുരിശ് സഹായിക്കുന്നു. ഗാഗുൽത്തായിലെ ആ കുരിശ് നമ്മോട് ചോദിക്കുന്നത് ഒന്ന് മാത്രം: ഞാൻ നിനക്ക് വേണ്ടി ഇത്രയേറെ ചെയ്തു, നീ എനിക്ക് വേണ്ടി എന്തു ചെയ്യുന്നു? നമ്മുടെ പാപങ്ങളുടെ ഭാരമാണ് യേശു ചുമന്നത്. ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ അഹങ്കാരവും ലോകമോഹങ്ങളും മരിക്കണം. കുരിശ് വഹിക്കാതെ ആർക്കും യേശുവിൻ്റെ ശിഷ്യനാകാൻ കഴിയില്ല. കൈപ്പുള്ള പാനപാത്രം കുടിച്ചുകൊണ്ട് അവൻ നമുക്ക് ജീവൻ്റെ ഉറവ തുറന്നു തന്നു. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: കാരുണ്യവാനായ ദൈവമേ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഞാൻ ആരാധിക്കുന്നു. എൻ്റെ പാപങ്ങളോർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു. ജീവിതത്തിലെ കഷ്ടപ്പാടുകളുടെ കുരിശുകൾ പരാതിയില്ലാതെ ചുമക്കുവാൻ എന്നെ സഹായിക്കണമേ. കുരിശിലെ അങ്ങയുടെ ക്ഷമിക്കുന്ന സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. അങ്ങയുടെ മരണത്തിലൂടെ എനിക്ക് ലഭിച്ച ആ പുതുജീവൻ വിശുദ്ധിയുടെ കാത്തു സൂക്ഷിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.